ദേവു, ഞാൻ ഒരു കാര്യം ചോദിച്ചു, നീ സത്യം പറയൂ. ചോദിച്ചോ. അമ്മയ്ക്ക് വയ്യാതായപ്പോ ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? അതിന് വാണിയമ്മക്ക് വയ്യാതായതല്ലോ. പിന്നെ അമ്മ തള്ളിയപ്പോ വയറ് പോയിടിച്ചതാ. തള്ളിയപ്പോ വയറ് പോയിടിച്ചെന്നോ? നീ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞേ. താർക്കുത്തരം പറയുന്നടി. എനിക്കറിയോ അഞ്ജു, നിന്നോടല്ലേ അവളെ വിടാൻ പറഞ്ഞത്? കുഞ്ഞമ്മ, നിങ്ങളെന്റെ അമ്മയെ തള്ളിയിട്ടു അല്ലേ? എല്ലാം കഴിഞ്ഞപ്പോ നീ ഇപ്പൊ എവിടുന്ന് വന്ന്? ഞാൻ ഇപ്പഴേ അറിഞ്ഞത്. നിങ്ങൾ പിടിച്ച് തള്ളിയിട്ടല്ലേ എന്റെ അമ്മയ്ക്ക് വയ്യാതെ വന്നത്? അതെ, ഞാൻ തള്ളിയിട്ടിട്ടാണ് നിന്റെ അമ്മ വീണത്. ഇനി അടുത്തത് ആ സ്റ്റെപ്പിന്ന് തള്ളിയിടാനാ പ്ലാൻ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ പോലെ കൊനശന്തിക്കാനൊന്നും എനിക്കറിയില്ല. അമ്മേനെ സ്റ്റെപ്പിന്ന് തള്ളിയിടാൻ പ്ലാൻ ചെയ്യും. തടയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോള് ചെല്ല്. കുട്ടികളെ ഉപദ്രവിച്ചെന്നുള്ള ചീത്തപ്പേര് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. നീയായിട്ടത് വരുത്തി വെക്കരുത്. നിങ്ങൾ ഉപദ്രവിച്ച് നോക്ക്. നിങ്ങളെ വരുന്ന വഴി നിങ്ങളെയും തള്ളിയിടാൻ എനിക്കറിയാം. വെറുതെ എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കരുത്. നിന്റെ അമ്മയെ ഇതുപോലെയായിരുന്നു. ഇപ്പൊ കണ്ടല്ലോ ആരും ഇല്ലാണ്ട് കടന്ന് നരകിക്കുന്നത്. എൻ്റെ അമ്മയുടെ കാര്യം നോക്കാനേ ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ഞാൻ കുഞ്ഞമ്മയോട് പറഞ്ഞിട്ട് പോവാനാ വന്നത്. വെറുതെ എൻ്റെ അമ്മയെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാ നീ എന്ത് ചെയ്യും? ഞാൻ എന്തും ചെയ്യും. ഇതൊരു വാണിംഗ് ആയിട്ട് കൊടുക്കും. എന്തായാലും ഞാനൊരു നല്ല ഡോസ് കൊടുത്തിട്ടുണ്ട്. നീ എന്തിനാ മാളു ഇതൊക്കെ വെറുതെ ചോദിക്കാൻ പോകുന്നത്? പിന്നെ അമ്മേനെ തള്ളിയിട്ടാ ഞാൻ എന്താ അടങ്ങിയിരിക്കണോ? ഇപ്പൊ അമ്മേനെ സ്റ്റെപ്പിന്ന് തള്ളിയിടുമെന്ന് എന്നെ വെല്ലുവിളിച്ചേക്കുവാ. ഇത്തിരി പോന്ന നീയാണോ എന്നെ വെല്ലുവിളിക്കുന്നത്? നിന്റെ അമ്മ ഇപ്പൊ ഉരുണ്ട് മറിഞ്ഞ് വീഴുന്നത് നീ തന്നെ കണ്ടോ? ഇനി മോഹനേട്ട റൂമിലുണ്ടാവോ? ഫുഡ് എടുത്തോണ്ട് വരട്ടെ? വേണ്ട, ഞാനും താഴേക്ക് വരാം. എത്ര നേരമെന്ന് വെച്ചാൽ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്?